ഇനി നമുക്ക് ചിക്കൻ കൊണ്ട് ഒരു അടിപൊളി വിഭവം തയ്യാറാക്കിയാലോ. ചിക്കൻ ഡ്രൈ റോസ്റ്റ് ആണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുവാനായി പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 എണ്ണം എടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഒന്ന് നന്നായി വഴന്നു വരുന്നത് വരെ ചെറുതീയിൽ മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ ഏകദേശം ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ തക്കാളിയും നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. എല്ലോട് കൂടിയുള്ള ചിക്കൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതാണ് കൂടുതൽ രുചികരമായിരിക്കുക. എന്നിട്ട് മസാലയും ചിക്കനും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ കുറേശ്ശെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ചിക്കൻ വേവാൻ ആവശ്യമായി നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് വേവിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് കറിവേപ്പില ഇവ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ലവണ്ണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിയില കൂടി വിതറി കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.